ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റമാണ് ഈ കാണുന്നത്. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ഗുണമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു ഫേസ് ജെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജെൽ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് അരിയാണ് കേട്ടോ ഇത്. നമുക്ക് എന്ത് അരി വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അരി ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ അരി. ഇതിപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴുകി 1-2 തവണ കഴുകി എടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അരി കഴുകി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് DM വാട്ടർ ആണ് കേട്ടോ. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. അതായത് സാധാ വാട്ടർ അല്ല, സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ട് വരുന്ന വാട്ടറാണ് കേട്ടോ DM വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു DM വാട്ടർ ആ ഒരു അരി മുങ്ങാനുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. DM വാട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ക്ലിംഗ് ഫിലിം കൂടെ ചുറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലിംഗ് ഫിലിം മാറ്റി ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രവും അരിപ്പയും വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ വെള്ളം മാത്രം ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റൈസ് വാട്ടറിൽ വിറ്റാമിൻ B, C, E അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ മുഖക്കുരു അതുപോലെ തന്നെ കരിവാളിപ്പ്, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ചെയ്ത് സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സൺ ടാൻ മൂലം ഉണ്ടാകുന്ന ഈ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു റൈസ് വാട്ടർ നല്ലതാണ് കേട്ടോ. ഇനി ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് വാട്ടർ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറ്റിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ റൈസ് വാട്ടർ വറ്റിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗവും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വാട്ടറാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി മതിയില്ല, അപ്പോൾ അതുകൊണ്ട് അത്രയും മതിയാകും. ഇനി ഇത് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ മാറ്റിയേക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ അലോവേരയുടെ ജെല്ലാണ്. ജെല്ല് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 2 വരെയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാണ്. അതും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ റൈസ് വാട്ടറും അലോവേരയുടെ ആ ഒരു ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എസൻഷ്യൽ ഓയിൽ നമുക്ക് 1 ഡ്രോപ്പ് മുതൽ 5 ഡ്രോപ്പ് വരെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഡ്രോപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ആക്നെ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലോട്ടാണ് കേട്ടോ നമ്മുടെ ഒരു മിക്സ് വന്നിട്ടുണ്ടാകുന്നത്. നമുക്ക് 1 ടീസ്പൂണും കൂടെയും അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു റൈസ് വാട്ടർ വെച്ചിട്ടുള്ള ആ ഒരു ജെല്ല് വരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കറക്റ്റ് ജെല്ലിൻ്റെ ആ ഒരു ടെക്സ്ചറിലോട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. സിറം ഒക്കെ വെക്കുന്ന ബോട്ടിലാണിത്. അപ്പോൾ അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലറിൽ ഇങ്ങനെ എടുക്കാനായിട്ട് സുഖമാണ്. നമുക്കിത് കണ്ടെയ്നറിലായിരിക്കും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഷെൽഫ് ലൈഫ് വരുന്നത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കാണ് കേട്ടോ. നമ്മളിതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നൈറ്റൊക്കെ കിടക്കാൻ നേരത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലേക്ക് ആകുമ്പോഴേക്കും നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. പിന്നെ അതിൻ്റെ pH കൂടെ നോക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്താലും ഇപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺ യൂസിനാണെങ്കിലും അതിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. ഈ പി എച്ചിൻ്റെ ബുക്ക് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പി എച്ചിൻ്റെ സ്ട്രിപ്സ് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മുടെ ആ ഒരു ജെല്ല് ഇതുപോലെ ആ ഒരു പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അപ്പോൾ തന്നെ അതിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കളർ ചേഞ്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഏകദേശം ഒരു 5നും 6നും ഇടയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സേഫായിട്ട് നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പുറത്തോട്ടേക്ക് സെയിലിനല്ലെങ്കിൽ കൂടി നമ്മുടെ ഓൺ യൂസിന് യൂസ് ആക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു റൈസ് വാട്ടറിൻ്റെ ജെല്ല്. കറക്റ്റ് ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിലോട്ടല്ലാട്ടോ വന്നിരിക്കുന്നത്, പിന്നെ എടുത്ത് പറയുകയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഓൺ യൂസിനൊക്കെ തീർച്ചയായിട്ടും യൂസ് ആക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലിപ് ബാം മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, ഇതിനുള്ളൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്ക് ഇടാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.